ഹലോ ഗായ്സ്, ഇന്ന് തിരുമല ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ പുനർപ്രതിഷ്ഠാ ദിനമാണ്. അപ്പം നമുക്കൊന്ന് അമ്പലത്തിൽ പോയാലോ? ഈ അമ്പലം ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിൽ വേഗം എത്തി. അവിടെ ഫുള്ള് ഡെക്കറേഷനാണ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ വരിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ അമ്പലം അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളെ പഴയ അമ്പലവും പുതിയ അമ്പലവും വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാനിവിടെ ആ ഒരു പഴയ അമ്പലത്തിൻ്റെ പിക്കും കൂടി കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ പറ എത്രത്തോളം വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് കേട്ടോ ആ പഴയ അമ്പലം. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷം പ്രസാദമൊക്കെ വാങ്ങി. അമ്പലത്തിൻ്റെ പുറത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോവുകയാണേ. അമ്പലത്തിലെ പരിപാടി തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 9ാമത്തെ ദിവസമാണ്. ഇന്ന് അവസാനത്തെ ദിവസമാണ് കേട്ടോ. ഇതുവരെ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഇവിടെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അത്രയും അടിപൊളി ടേസ്റ്റുള്ള ഭക്ഷണമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉച്ചത്തെ ഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പായസവും ഉപ്പേരി അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ അടുക്കളയത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ രാവിലെ ചായ കുടിക്കാൻ വേണ്ടി പോയി. ഉപ്പുമാവും കടലക്കറിയും ആയിരുന്നു. അമ്പലത്തിലെ ഫുഡ് എനിക്കെന്നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും എന്ന് എനിക്കറിയാം. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടേ. പിന്നെ അവിടെ അമ്പലത്തിൻ്റെ പുറത്ത് ഒരു ടേബിൾമേൽ കുറേ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാടിൻ്റെ ഉള്ളിലാണ് ഈ അമ്പലം ഉള്ളത്. ഈ അമ്പലത്തിൻ്റെ പിന്നിലെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ടെന്ന് കുറേ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടേ. പക്ഷേ എനിക്കതെന്താണെന്നൊന്നും അറിയത്തില്ല. ഞാൻ എന്തായാലും കുളമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് കാട്ടിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. നല്ല അടിപൊളി കുളമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ചുറ്റും കാടാണേ. ഈ കാടിൻ്റെ ഉള്ളിൽ നല്ല ഇരുടായതുകൊണ്ട് തന്നെ നല്ല പേടിയാണ് കേട്ടോ അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പോരുന്ന വഴിക്ക് അവിടെ താഴത്ത് ഒരു കൊല മഞ്ചാടി കിടക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ വേഗം തന്നെ അത് എടുത്തു. എന്നിട്ട് ഞങ്ങളെല്ലാവരും അതിൽ നിന്ന് മഞ്ചാടി ഇങ്ങനെ ഊരി എടുത്തു കേട്ടോ. ആ ഒരു കൊലയോടെ മഞ്ചാടി കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു പിടി മഞ്ചാടിയാണ്. എന്നിട്ട് ഞാനത് ശില്പമേമയ്ക്ക് കൊടുത്തു. ശില്പമേമയ്ക്ക് നല്ല ഇഷ്ടമാട്ടോ മഞ്ചാടിയൊക്കെ. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ടൈമായി. ഞങ്ങൾ നേരെ വന്നിരുന്നു. അപ്പോഴത്തേക്കിനും ഇലയൊക്കെ വിളമ്പി. അതിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോഴത്തേക്കിനും കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് എനിക്ക് അമ്പലത്തിലത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ്. പായസത്തിനെ കുറിച്ച് ഒന്നും പറയണ്ട, അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അനിയൻ വാഴേൻ്റെ ഇലയിൽ ഒഴിച്ചതിന് ശേഷം പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഞാൻ ഈ ഉദ്ദേശിച്ചതേ ട്രാൻസിഷൻ റീലാണ്. അത് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങളെല്ലാവരും മാറ്റി ഒരുങ്ങി അമ്പലത്തിലേക്ക് പോയി കേട്ടോ. ഇന്ന് അമ്പലത്തിൽ ഞങ്ങൾ കൈക്കുട്ടിക്കളിയൊക്കെ ഉണ്ട് കേട്ടോ. ഡാൻസ് കളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയേ. ഇതാണ് കേട്ടോ സമ്മാനം. പിന്നെ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് യാത്ര തുടങ്ങി. ഗൈസ്, പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.